മണ്ണിടിച്ചിലുണ്ടായ ഷിരൂരിൽ അനുമതിയില്ലാതെ തിരച്ചിൽ നടത്താനെത്തിയ മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപ്പയെ പോലീസ് തടഞ്ഞു. പുഴയിലിറങ്ങിയ ഈശ്വർ മാൽപ്പയെ കരയ്ക്ക് കയറ്റി. പോലീസിനെതിരെ പ്രതിഷേധവുമായി ദുരന്തത്തിൽ കാണാതായ ജഗന്നാഥിന്റെ കുടുംബം രംഗത്തുണ്ട്. We are searching for our father. Till 32 days over. Till now we didn't get any identity. We want our father. So you requested Ishwar Malpe to do the sir. search operation? We requested because we didn't get any identity till 32 days over. That's why we want any identity of our father, sir. We should do some. So how things will go now? DC madam is not giving permission. Reason we don't know, sir. ഗംഗാവലി പുഴയിൽ ഡൈവിംഗ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും ഇപ്പോൾ ഇല്ലെന്ന് ഈശ്വർ മാൽപ്പെ. തിരച്ചിലിന് അനുമതി നൽകാത്തത് ദുരൂഹമാണ്. ജഗന്നാഥന്റെ മക്കളുടെ കണ്ണീർ കണ്ടാണ് തിരച്ചിലിന് ഇറങ്ങിയതെന്നും ഈശ്വർ മാൽപ്പെ 24-നോട് പറഞ്ഞു. എന്നെ പെർമിഷൻ കൊടുക്കുന്നത് നമുക്ക് തെരയത്തില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? തെരയുന്നതിന് വല്ല ഒഴുക്ക് കൂടുതൽ? നമുക്ക് ബുദ്ധിമുട്ടില്ല. നമ്മൾ എപ്പോഴും വേണം, എപ്പോൾ ഇന്ന് 10 നാൾ തെരയാൻ പറ്റുന്ന സിറ്റുവേഷൻ ആണോ? വെള്ളം ഇത് കറണ്ട് ഇല്ല. കറണ്ട് ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ടാവും. ഇത് എല്ലാം പിടിച്ച് നോക്കി പക്ഷേ നമ്മൾ ഇത് കയ്യിലുണ്ടല്ലോ, എണ്ണ നോക്കിക്കൊണ്ട് പോകണം. ഇപ്പോൾ ഒരു കീഴെ ഒരു സെലിറ്റൻ ഉണ്ടെങ്കിൽ കയ്യിൽ ഇട്ടു, അപ്പോൾ ഒല്ല മരം കിട്ടിയ മരമാവും, പിന്നെ കമ്പി കിട്ടിയ കമ്പിയാവും. ഇപ്പോൾ വേറെ എന്തെങ്കിലും വേറെ വണ്ടിയെങ്കിൽ എല്ലാ സാധനത്തിലും അടിലെ കയ്യിൽ പിടിച്ചിട്ട് നോക്കിക്കൊണ്ട് പോകും. ആ സമയത്തിൽ തിരക്കിന് ബുദ്ധിമുട്ടില്ല. ഡൈ ചെയ്യാൻ ഒന്നും ബുദ്ധിമുട്ടില്ല. പിന്നെ എന്താണ് കാരണം എന്തെങ്കിലും പറയുന്നുണ്ട്? എന്തുകൊണ്ട്? കാരണം ഇന്നൊന്നും ഒന്നും വാക്കുമില്ല. ഞാൻ എന്താ പറഞ്ഞു, ഇപ്പം ഇവിടെ ഒരു വലിയ മുതലാളിൻ്റെ അല്ല MLA മോന് കീഴേ ഇരുന്ന് അപ്പം എന്നെ ചെയ്യുമോ? അപ്പം എവിടുന്നാണോ അമേരിക്ക വേണ്ട അല്ല എന്താ വേണ്ട സബ്മറീൻ കൊണ്ടുവന്ന് അത് എടുക്കും. ഇപ്പം പാവപ്പെട്ട ആൾക്കാർ 3 പേരുണ്ട് അവിടെ. അവരെ എടുക്കാൻ ഒരു ഇവിടെ സമ്മതിച്ചിട്ടില്ല. ദൗത്യത്തിലെ അനിശ്ചിതത്വം എന്തുകൊണ്ടാണെന്ന് അറിയില്ലെന്ന് ട്രക്ക് ഉടമ മനാഫും പറഞ്ഞു. തിരച്ചിലിനായി ഡ്രഡ്ജർ സ്വന്തം ചിലവിൽ എത്തിക്കാനും തയ്യാറാണ്. അനുമതി നൽകിയാൽ മാത്രം മതി എന്നാണ് മനാഫ് 24-നോട് പറയുന്നത്. ഡർജർ ആരും പൈസ മുടക്കണ്ട, നമ്മൾ മുടക്കിക്കോളാം, കുഴപ്പമില്ല. നമുക്ക് ആ സാധനം വിട്ട് തന്നാൽ മതി, പെർമിഷൻ തന്നാൽ മതി. ഈ സാധനമൊക്കെ എത്തേണ്ടോടൊന്ന് നമ്മൾ എത്തിച്ചു തരും, കുഴപ്പമില്ല. നമുക്ക് ആകെ വേണ്ടിയത് ഫെസിലിറ്റി തന്നാൽ മതി, ഇവിടെയുള്ള സൗകര്യങ്ങൾ സമ്മതം തന്നാൽ മതി. ബാക്കി കാര്യങ്ങൾ അത് തന്നെത്താലെ വന്നോളൂ. ഇപ്പം നിങ്ങളാകെ ഈ 24 മാത്രമേ ഇപ്പോൾ ഇവിടെ ഉള്ളൂ. വേറെ ന്യൂസ് ചാനലുകാരൊക്കെ പോയി കഴിഞ്ഞെന്ന് വിചാരിക്കുന്നത് ഇല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം കഴിയണില്ല. ഇത് നമ്മൾ ഇവിടെ നിന്ന് ഇതിൻ്റെ അവസാനം വരെ ഇവിടെ നിൽക്കും. ശ്രീനാഥ് ചന്ദ്രനുണ്ട് ഷിരൂരിൽ നിന്ന് വിവരങ്ങൾ നൽകാൻ. ശ്രീനാഥ്, സ്വയം സന്നദ്ധനായി ഗംഗാവലിയിൽ ഇറങ്ങാൻ ഇന്നും ഈശ്വർ മാൽപ്പെ എത്തിയിട്ടും പോലീസ് അനുമതി നൽകാത്തതിന് ജില്ലാ ഭരണകൂടം എന്തെങ്കിലും ഒരു വിശദീകരണം നൽകുന്നുണ്ടോ? ഗോപീഷൻ, വളരെ ദുഃഖകരമാണ്. ഒരു മറുപടിയും ഇതുമായി ബന്ധപ്പെട്ട് ഒരു വിശദീകരണവും ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. അവർ നേരത്തെ പലപ്പോഴും ഈ തെരച്ചിലിന് അനുമതി നൽകാത്തതിന് പല കാരണങ്ങൾ പറഞ്ഞിരുന്നു. അടിയൊഴുക്ക് ശക്തമാണ്, വെള്ളം വളരെ കലങ്ങി ഒഴുകുന്നു എന്നൊക്കെ പറയുന്നു. പക്ഷേ ഇന്ന് ഗംഗാവലിയിലെ ദൃശ്യങ്ങൾ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നുണ്ട്. അടിയൊഴുക്ക് ശക്തമല്ല, വലിയ ഒഴുക്കൊന്നും തന്നെ ഇല്ല. ഏതാണ്ട് നിശ്ചലമെന്ന് തോന്നിപ്പിക്കും വിധമാണ് നദി ഇങ്ങനെ ഒഴുകുന്നത്. വലിയ കലക്കൊന്നും കാണാനേ ഇല്ല. എന്നിട്ട് പോലും സ്വന്തം റിസ്കിൽ ഇതുകൊണ്ട് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ അതൊക്കെ താൻ ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് ഈശ്വർ മാൽപ്പെ സംഘം ഇവിടെ എത്തി ഈ തെരച്ചിൽ തുടങ്ങിയപ്പോഴാണ് പെട്ടെന്ന് പോലീസുകാർ ഇവിടെ എത്തുകയും അദ്ദേഹത്തോട് കരയ്ക്ക് കയറാൻ ആവശ്യപ്പെടുകയും ഇനിയും മുങ്ങാൻ ശ്രമിച്ചാൽ നിങ്ങളെ കസ്റ്റഡിയിൽ എടുക്കുമെന്ന് പറയുന്നത് വരെ ഉണ്ടായത്. ഏതായാലും അദ്ദേഹം പറഞ്ഞു തനിക്ക് മുങ്ങാൻ യാതൊരു ബുദ്ധിമുട്ടില്ല എന്ന്. ഏതായാലും അദ്ദേഹം ഇന്ന് ഇവിടെ വരാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ ദുരന്തത്തിൽ കാണാതായ ജഗന്നാഥിൻ്റെ പെൺമക്കൾ അദ്ദേഹത്തെ ഇന്ന് രാവിലെ വന്ന് കണ്ട് ഏതെങ്കിലും തരത്തിൽ സഹായിക്കണമെന്ന് അവർ കരഞ്ഞ് അഭ്യർത്ഥിച്ചു എന്നതാണ് ഈശ്വർ മാൽപ്പെ പറയുന്നത്. അതിൽ പ്രകാരമാണ് അദ്ദേഹം ഇവിടെ എത്തി തെരച്ചിൽ നടത്തിയത്. ഏതായാലും ജഗന്നാഥിൻ്റെ പെൺമക്കൾ ഇപ്പോൾ 24-നൊപ്പം ചേരുന്നുമുണ്ട്. They are not letting Ishwar Malpe to do the search operation. So what will be the next step? If they are not giving permission to Ishwar Malpe, sir, we will do the protest against district government. You guys are planning to do the protest? Yes, sir. Where? Here only, sir, in place only. What kind of a protest? Peaceful protest, sir. So the whole family will come here? My full family will come to do the protest, sir. Did you contact the DC? Yes, sir, I called. She didn't pick up, sir. Collector is not answering the call? No, sir. ഓക്കെ. ഇവർ ജില്ലാ കളക്ടറുമായി ഈ കുടുംബം നേരിട്ട് സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും അതിന് ഫോൺ എടുക്കുന്നില്ല എന്നതാണ് പറയുന്നത്. അനുമതി നൽകിയില്ലെങ്കിൽ ഒരു സമരത്തിലേക്ക് പോകുമെന്നതാണ് ജഗന്നാഥിൻ്റെ കുടുംബം പറയുന്നത്. രാവിലെ നമ്മൾ ജഗന്നാഥിൻ്റെ വീട്ടിൽ നേരിട്ട് പോയതാണ്. വളരെ വളരെ ദരിദ്രമായ ഒരു കുടുംബം, 3 പെൺമക്കളാണ്. ദിവസം 300 രൂപ കൂലിക്ക് ഇവിടെ ജോലി ചെയ്യുന്ന ഈ ചായക്കടയിൽ ജോലി ചെയ്യുകയായിരുന്നു ജഗന്നാഥ്. അത്തരം ഒരു കുടുംബമാണ് വലിയ പ്രതിസന്ധിയിലെത്തി. ഒടുവിൽ ഈശ്വർ മാൽപ്പയുടെ സഹായം അവർ ജഗന്നാഥിന്റെ കുടുംബം സമാധാനപരമായി പ്രതിഷേധിക്കാൻ പോകുന്നു എന്നാണ് ആ പെൺകുട്ടികൾ പറഞ്ഞത്. അവരുടെ കുടുംബത്തിന്റെ മുഴുവൻ അംഗങ്ങളും അവിടെ എത്തി പ്രതിഷേധിക്കും എന്ന സൂചനയും
അവർ തരുന്നുണ്ട്. അർജുന്റെ കുടുംബാംഗങ്ങൾ ഇപ്പോൾ അവിടെ ഉണ്ടോ? അർജുൻ്റെ കുടുംബാംഗം ജിതിൻ ഉണ്ടായിരുന്നു. അല്പസമയം മുമ്പ് ജിതിൻ അങ്ങോട്ട് മാറിയിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് പോലീസുകാരുമായി അദ്ദേഹം സംസാരിക്കുന്നുണ്ട് എന്നതാണ്. അർജുൻ്റെ കുടുംബവും വലിയ പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. അവരുടെ കൂടി അഭ്യർത്ഥന ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈശ്വർ മാൽപ്പയ്ക്ക് മുന്നിലുണ്ടായിരുന്നു. അതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ എത്തുന്നതും. ഈ ഭാഗത്തല്ല, കുറച്ച് മാറി അദ്ദേഹം ഇറങ്ങി. ഏതെങ്കിലും തരത്തിൽ പോലീസ് ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് കരുതി തന്നെയാണ് അദ്ദേഹം കുറച്ചല്പം മാറി ഈ രക്ഷാദൗത്യം ഇന്ന് തുടങ്ങിയത്. പക്ഷേ വിവരം അറിഞ്ഞ് പോലീസ് വളരെ അതിവേഗം ശ്രീനാഥ്, ഈ ഈശ്വർ മാൽപ്പയെ ഗംഗാവലിയിൽ തിരച്ചിലിനായി ഇറങ്ങാൻ അനുവദിക്കാത്തത് ജഗന്നാഥന്റെ മക്കൾ എന്ന പോലെ തന്നെ അർജുന്റെ കുടുംബാംഗങ്ങളെയും ബന്ധുക്കളെയും വേദനിപ്പിക്കുന്നുണ്ടാകും. അവരെയും പ്രതിഷേധത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ടാകും. ഇപ്പോൾ അർജുന്റെ ബന്ധുക്കൾ കൂടി ഈ ജഗന്നാഥന്റെ മക്കളും അവരുടെ കുടുംബങ്ങൾക്കൊപ്പം പ്രതിഷേധത്തിനുണ്ടാകുമെന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അങ്ങനെ എന്തെങ്കിലും സൂചനയുണ്ടോ ശ്രീനാഥ്? യെസ് ആ ചോദ്യം നമുക്ക് അർജുൻ്റെ കുടുംബത്തോട് ചോദിക്കേണ്ടതുണ്ട്. ജിതിൻ അല്പസമയം മുമ്പ് വരെ ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് കുടുംബം ഈ സമരത്തെക്കുറിച്ച് പറയുന്നത്. ആ കാര്യത്തിൽ അർജുൻ്റെ കുടുംബത്തിൻ്റെ നിലപാട് എന്താണ് എന്ന് അറിയേണ്ടിയിരിക്കുന്നു. ഏതായാലും മനാഫുമായി സംസാരിച്ചപ്പോൾ, ലോറി ഉടമ മനാഫുമായി സംസാരിച്ചപ്പോൾ അത്തരം ഏതെങ്കിലും സമരമുണ്ടെങ്കിൽ ഞാനും ഏതായാലും ഒപ്പം ഉണ്ടാവും എന്ന് അദ്ദേഹം ഉറച്ചു പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നാളെ ഒരുപക്ഷെ വലിയൊരു സമരം ഇവിടെ കാണാനുള്ള സാധ്യതയുണ്ട്. സമാധാനപരമായി ഇവിടെ ഒത്തുകൂടിയുള്ള സമരമായിരിക്കും. എന്നാലും അത് ഉണ്ടാക്കാവുന്ന ഒരു ഇമ്പാക്റ്റ്, സർക്കാരിന് മേൽ ഉണ്ടാക്കാവുന്ന ഒരു സമ്മർദ്ദമൊക്കെ അത് വലിയ തോതിൽ തന്നെ ഉണ്ടാകുമെന്ന് നമുക്ക് ഉറച്ചു പറയാം. പക്ഷേ ഇന്നിപ്പോൾ ഞാനിപ്പോൾ ഗംഗാവലി പുഴയിൽ ഇപ്പോൾ കാണാവുന്ന ഒരു കാഴ്ചയിലേക്ക് കൂടി ഒന്ന് കൊണ്ടുപോകാം. അവിടെ ഒരു ബോട്ടിൽ പോർട്സ് വകുപ്പ്, തുറമുഖ വകുപ്പ്, കർണാടക സർക്കാരിൻ്റെ തുറമുഖ വകുപ്പ് ഇപ്പോൾ ഒരു പരിശോധന നടത്തുന്നുണ്ട്. ഈ പുഴയുടെ ആഴം ഓരോ മേഖലയിലും എത്രയാണ് എന്നതാണ് പരിശോധിക്കുന്നത്. അതായത് ഡ്രഡ്ജർ ഇവിടെ എത്തിക്കുന്നതിന് മുന്നോടിയായി നടത്തേണ്ട പരിശോധനകളിൽ ഒന്നാണ് അത്. ഡ്രഡ്ജർ ഇവിടെ എത്തിക്കുകയാണെങ്കിൽ ഇവിടെ എവിടെയൊക്കെ എത്രത്തോളം ആഴമുണ്ട് എന്ന കാര്യത്തിൽ ശാസ്ത്രീയമായ ഒരു പരിശോധന നടത്തി ഈ സംഘം അത്തരം രേഖകൾ ഇപ്പോൾ കർണാടക തുറമുഖ വകുപ്പിന് കൈമാറും. അത് പിന്നീട് ഗോവ തുറമുഖത്തിനും ഈ കൈമാറും, തുറമുഖ വകുപ്പിനും കൈമാറും. അതിനുശേഷമായിരിക്കും ഷിപ്പിംഗ് കമ്പനി ഇങ്ങോട്ട് വരിക. ഇതുമായി ബന്ധപ്പെട്ട് കർണാടക പോർട്ടിൻ്റെ ഒരു ഉദ്യോഗസ്ഥനുണ്ട്. അദ്ദേഹം മൈക്കിൽ സംസാരിക്കാൻ തയ്യാറല്ല. പക്ഷേ അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു എത്ര ദിവസം എടുക്കുമെന്നുള്ള കാര്യം. അദ്ദേഹം 24-ാം തീയതി എന്നതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്ന് ഏറ്റവും ഒടുവിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് ഡ്രഡ്ജർ ഒരുപക്ഷെ 24-ാം തീയതിയാകും ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി. നേരിട്ട് അതിൻ്റെ അതേ രൂപത്തിൽ കൊണ്ടുവരികയായിരിക്കില്ല. കുറച്ച് ഈ ഉപകരണങ്ങളൊക്കെ ഊരി മാറ്റിയതിന് ശേഷം ഇവിടെ എത്തി വീണ്ടും അസംബിൾ ചെയ്യുന്ന രീതിയിലായിരിക്കും ആ ജോലികളൊക്കെ. പക്ഷേ MLA പറയുന്നത് ഇവിടെ ഡ്രഡ്ജർ എത്തിയാലും നേരിട്ട് അർജുൻ്റെ ലോറി കിടന്ന ഭാഗത്ത് തെരച്ചിൽ നടത്താനല്ല ഉദ്ദേശിക്കുന്നത്. ഈ നടുഭാഗത്ത്, ഈ നദിയുടെ നടുഭാഗത്ത് വലിയ തോതിൽ മണ്ണടിഞ്ഞ് കിടക്കുന്നത് കാണാം. ആ മണ്ണ് ആദ്യം മാറ്റേണ്ടതുണ്ട്. എന്നാലാണ് നദിയുടെ ഒഴുക്ക് നേരെയാവുക. ഇപ്പോൾ അത് ഗതിമാറി ഒഴുകുന്ന ഒരു സാഹചര്യമുണ്ട് എന്നതാണ് MLA പറയുന്നത്. അത് മാറ്റിയതിന് ശേഷം ഡ്രഡ്ജർ അർജുൻ്റെ രക്ഷാദൗത്യത്തിന് വേണ്ടി ഇറങ്ങും. അതായത് ഇനിയും നേരത്തെ തിങ്കളാഴ്ച, അതായത് നാളെ. ഏതായാലും ഇപ്പോൾ കർണാടക തുറമുഖ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പരിശോധന പുഴയുടെ ആഴം പരിശോധിക്കുക എന്നതാണ്. ബോട്ടിൽ അവരുടെ ഒരു സംഘം സഞ്ചരിച്ചുകൊണ്ട് ഈ ഗംഗാവലി പുഴയിലൂടെ സഞ്ചരിച്ചുകൊണ്ട് ഈ പുഴയുടെ ആഴം എത്രയുണ്ട് എന്ന് പരിശോധിക്കുകയാണ്. നിലവിലുള്ള പ്രധാനപ്പെട്ട പ്രശ്നം ഈശ്വർ മാൽപ്പെ ഇറങ്ങിത്തിരയാൻ തയ്യാറാണ്, പക്ഷെ പോലീസ് അനുവദിക്കുന്നില്ല. അതിന് പിന്നിൽ ദുരൂഹതയുണ്ട് എന്ന് സംശയിക്കുകയാണ് ലോറി ഡ്രൈവർ മനാഫ്. മാത്രമല്ല, ഇപ്പോൾ ഈ ഷിരൂരിൽ കാണാതായ ജഗന്നാഥന്റെ കുടുംബം, പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ 2 മക്കൾ, അച്ഛനെ കുറിച്ചിട്ടുള്ള വിവരമൊന്നും കിട്ടിയിട്ടില്ല. അതിനുള്ള സൂചനകൾ എന്തെങ്കിലും കിട്ടാൻ ഇന്ന് തിരച്ചിൽ നടത്തിയിരുന്നെങ്കിൽ കഴിയുമായിരുന്നു. അതിന് സാധിക്കാത്ത സാഹചര്യത്തിൽ ഇപ്പോൾ ഡിസ്ട്രിക്ട് കളക്ടറെ, ജില്ലാ കളക്ടറെ ബന്ധപ്പെടാൻ ശ്രമിച്ചു, പക്ഷേ അവർ ഫോൺ എടുക്കുന്നില്ല. അപ്പോൾ ഈ സാഹചര്യത്തിൽ അവരൊരു സമാധാനത്തോടു കൂടിയുള്ള പ്രതിഷേധത്തിലേക്ക് കടക്കാൻ പോകുന്നു എന്ന സൂചന ആ പെൺകുട്ടികൾ നൽകുന്നുണ്ട്. ഈ പ്രതിഷേധത്തിനൊപ്പം അർജുൻ്റെ ബന്ധു കൂടി ചേരുമോ എന്ന കാര്യം ഇപ്പോൾ വ്യക്തമല്ല. ഞങ്ങളുടെ പ്രതിനിധി ശ്രീനാഥ് ചന്ദ്രനാണ് ഇപ്പോൾ ഷിരൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഏതായാലും ഇനിയിപ്പോൾ ഈശ്വർ മാൽപ്പയ്ക്ക് ഇറങ്ങിത്തിരയാൻ കഴിയില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരടിയെങ്കിലും മുന്നോട്ട് വെച്ചാൽ അറസ്റ്റ് ചെയ്യേണ്ടി വരും എന്നൊരു കർശനമായ നിലപാട് കർണാടക പോലീസ് സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് ശ്രീനാഥ് ചന്ദ്രന്റെ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്.